ടാലിയിൽ സ്റ്റോക്ക് ഐറ്റം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ കുറച്ച് ഐറ്റംസ് തന്നിട്ടുണ്ട്. MI 32 ഇഞ്ച് ടി വി, MI 42 ഇഞ്ച് ടി വി, സോണി 32 ഇഞ്ച് ടി വി, LG 32 ഇഞ്ച് ടി വി, സോണി 5.1 മ്യൂസിക് സിസ്റ്റം, ഫിലിപ്സ് DVD പ്ലെയർ, സോണി ബ്ലൂറേ പ്ലെയർ. ഇത് രണ്ട് ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ടെലിവിഷൻ, ടി വി എല്ലാം ടെലിവിഷൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന്റെ അകത്തും പിന്നെ മ്യൂസിക് സിസ്റ്റം അതെല്ലാം വേറൊരു ഗ്രൂപ്പിലും കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിന്റെയും യൂണിറ്റ് നമ്പേഴ്സിലാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്പണിംഗ് ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്, റേറ്റ് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ക്വാണ്ടിറ്റിയും റേറ്റും വെച്ചിട്ട് നമുക്ക് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതെങ്ങനെയാണ് ടാലിയിൽ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു കമ്പനി സെലക്ട് ചെയ്യാം. ഇവിടെ അരവിന്ദ് ട്രേഡിംഗ് കമ്പനി എന്ന് പറയുന്ന ഒരു എക്സിസ്റ്റിംഗ് കമ്പനി സെലക്ട് ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ പുതിയൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ഗേറ്റ്വേ ഓഫ് ടാലിയിൽ വരിക. അവിടുന്ന് ഇൻവെന്ററി ഇൻഫോ സെലക്ട് ചെയ്യാം. അതിനു മുന്നേ നമുക്ക് ഈ പ്രോബ്ലത്തിൽ രണ്ട് ഗ്രൂപ്പ്സ് ഉണ്ടെന്ന് പറഞ്ഞു, ടെലിവിഷനും മ്യൂസിക് സിസ്റ്റവും. അതുകൂടാതെ ഇതിൽ തന്നെ ഐറ്റംസ് നോക്കുവാണെങ്കിൽ 32 ഇഞ്ച് ടി വി, 42 ഇഞ്ച് ടി വി എന്ന് പറഞ്ഞ് രണ്ട് കാറ്റഗറീസും കൂടി കാണും. അപ്പം ഈ ടെലിവിഷനും മ്യൂസിക് സിസ്റ്റത്തിനും സ്റ്റോക്ക് ഗ്രൂപ്പായിട്ട് ക്രിയേറ്റ് ചെയ്യും. അതിന് പുറമെ ആയിട്ട് 32 ഇഞ്ച് ടി വി, 42 ഇഞ്ച് ടി വി എന്ന് പറഞ്ഞ് സ്റ്റോക്ക് കാറ്റഗറിയും കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ ഇൻവെന്ററി എന്ന് പറയുന്ന ഫീച്ചറും സ്റ്റോക്ക് കാറ്റഗറി എന്നൊക്കെ ഉള്ള ഫീച്ചേഴ്സ് ഇതിന്റെ അകത്ത് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അതിന് വേണ്ടിയിട്ട് F11 ഫീച്ചർ എടുക്കുക, അതിൻ്റെ അക്കൗണ്ടിങ് ഫീച്ചർ എടുക്കുക. അക്കൗണ്ടിങ് ഫീച്ചറിൻ്റെ അകത്ത് മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ഓൺലി ആണോ എന്ന് നോക്കുക. മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ഓൺലി നോ ആണ് കൊടുത്തിരിക്കുന്നത്. യെസ് ആയിരുന്നെങ്കിൽ അക്കൗണ്ട്സ് മാത്രമേ ഉള്ളൂ, നോ ആണെങ്കിൽ നമുക്ക് എന്തും കിട്ടും, അക്കൗണ്ട്സും കിട്ടും, ഇൻവെന്ററിയും കിട്ടും. അപ്പൊ അത് കറക്റ്റ് ആണ്. ഇനി അടുത്തത് ഇൻവെന്ററി ഫീച്ചർ എടുക്കുക. ഇൻവെന്ററി ഫീച്ചറിന്റെ അകത്ത് മെയിൻറ്റെയിൻ സ്റ്റോക്ക് കാറ്റഗറി എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് നോ ആയിട്ടാണ് കിടക്കുന്നത്. അത് മാറ്റിയിട്ട് എന്തായിട്ട് കൊടുക്കുക, യെസ് ആയിട്ട് കൊടുക്കുക. അപ്പൊ അത് നമുക്ക് ചെയ്യാം. മെയിൻറ്റെയിൻ സ്റ്റോക്ക് കാറ്റഗറി എന്നുള്ളത് ഞാൻ യെസ് ആയിട്ട് മാറ്റി. ഇത് അക്സെപ്റ്റ് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളും ഉറപ്പുവരുത്തുക. സ്റ്റോക്ക് കാറ്റഗറി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എനേബിൾ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് കാറ്റഗറീസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കിട്ടത്തില്ല. ഇനി ഗേറ്റ്വേ ഓഫ് ടാലിയിലേക്ക് വരിക. ഗേറ്റ്വേ ഓഫ് ടാലിയിൽ നിന്നുകൊണ്ട് എന്ത് സെലക്ട് ചെയ്യുക, മാസ്റ്റേഴ്സിന്റെ താഴെയായിട്ട് ഇൻവെന്ററി ഇൻഫോ സെലക്ട് ചെയ്യുക. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കുക. നെയിം ഓഫ് ഐറ്റം എന്നുള്ളത് ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻ ആണ്. നമുക്ക് അതിന് മുന്നേ ആയിട്ട് ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യണം, സ്റ്റോക്ക് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യണം, അതേപോലെ തന്നെ യൂണിറ്റും ക്രിയേറ്റ് ചെയ്യണം. ഈ മൂന്ന് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് മാത്രം എന്തിലേക്ക് വരിക, സ്റ്റോക്ക് ഐറ്റത്തിലേക്ക് വരിക. അപ്പൊ ആദ്യം നമുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഗേറ്റ്വേ ഓഫ് ടാലിയിൽ ഇൻവെന്ററി ഇൻഫോയിൽ വന്നിട്ടുണ്ട്. ഇൻവെന്ററി ഇൻഫോയിൽ സ്റ്റോക്ക് ഗ്രൂപ്പ് എന്നുള്ള ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അത് സിംഗിളോ മൾട്ടിപ്പിൾ ഗ്രൂപ്പോ ആയിട്ടോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ സിംഗിൾ ഗ്രൂപ്പ് ക്രിയേഷൻ എന്നുള്ള ഓപ്ഷനാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ആദ്യം ടെലിവിഷൻ, പിന്നെ അണ്ടർ പ്രൈമറി ഗ്രൂപ്പ് ആണ്. ക്വാണ്ടിറ്റീസ് ഓഫ് ഐറ്റംസ് ബി ആഡ് എന്നുള്ളത് യെസ് ആയിട്ട് കൊടുക്കുകയാണ്. അക്സെപ്റ്റ് യെസ്. ഇനി അടുത്തത് മ്യൂസിക് സിസ്റ്റം. അണ്ടർ പ്രൈമറി ഗ്രൂപ്പ്, ഇത് യെസ് ആയിട്ട് കൊടുക്കുകയാണ്. ഇത് അക്സെപ്റ്റ് ചെയ്തു. രണ്ട് ഗ്രൂപ്പ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. കൺട്രോൾ ക്യൂ കൊടുത്ത് ബാക്കിലേക്ക് വരിക. ഇനി ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പ് കാണണം എന്നുണ്ടെങ്കിൽ സിംഗിൾ സ്റ്റോപ്പ് ഗ്രൂപ്പിന്റെ താഴെയായിട്ട് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് എൻ്റർ ചെയ്യുക. നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് ഗ്രൂപ്പ്സ് മ്യൂസിക് സിസ്റ്റവും ടെലിവിഷനും നമുക്ക് കാണാനായിട്ട് പറ്റും. കൺട്രോൾ ക്യൂ കൊടുത്ത് ബാക്കിലേക്ക് പോവുക. അതിനുശേഷം സ്റ്റോക്ക് കാറ്റഗറീസ് ക്രിയേറ്റ് ചെയ്യാം. സ്റ്റോക്ക് കാറ്റഗറീസിൽ സിംഗിളോ മൾട്ടിപ്പിൾ സ്റ്റോക്ക് കാറ്റഗറിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് മൾട്ടിപ്പിൾ സ്റ്റോക്ക് കാറ്റഗറി എന്നുള്ള ഓപ്ഷൻ എടുത്ത് നോക്കാം. ഇതിൽ അണ്ടർ കാറ്റഗറി എന്നുള്ളത് ഏറ്റവും മുകളിലത്തെ ഓപ്ഷൻ ഇവിടെയുണ്ട്. അതിൻ്റെ അകത്ത് ഓൾ ഐറ്റംസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇനി നെയിം ഓഫ് കാറ്റഗറീസ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഏതൊക്കെ കാറ്റഗറിയാണ് പറഞ്ഞത്, 32 ഇഞ്ച് ടി വി, 42 ഇഞ്ച് ടി വി, പിന്നെ മ്യൂസിക് സിസ്റ്റം, മ്യൂസിക് പ്ലെയർ, അങ്ങനെ മൂന്ന് കാറ്റഗറിയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. മ്യൂസിക് പ്ലെയർ എന്നുള്ളത് ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം. ഈ കാറ്റഗറീസ് ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കാം. അതല്ലെങ്കിൽ ഗ്രൂപ്പ് മാത്രം മതിയെങ്കിൽ ഗ്രൂപ്പ് മാത്രം വെച്ച് വേണമെങ്കിലും ഇത് ക്രിയേറ്റ് ചെയ്യാം. ആദ്യം 32 ഇഞ്ച് ടി വി സെലക്ട് ചെയ്തു. ലിസ്റ്റ് ഓഫ് കാറ്റഗറീസ് പ്രൈമറി ആണ്. പിന്നെ 42 ഇഞ്ച് ടി വി, അതും പ്രൈമറി കൊടുത്തു. പിന്നെ മ്യൂസിക് പ്ലെയർ, അപ്പം മൂന്ന് കാറ്റഗറീസ് ക്രിയേറ്റ് ചെയ്തു. അപ്പം നമുക്ക് മൾട്ടിപ്പിൾ
സ്റ്റോക്ക് കാറ്റഗറി ക്രിയേഷന്റെ വിൻഡോ ആണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഒരു വിൻഡോയിൽ നിന്ന് തന്നെ ഒന്നിലധികം കാറ്റഗറീസ് ഒരേ സമയം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം ഇത് അക്സെപ്റ്റ് ചെയ്യുക, ബാക്കിലേക്ക് വരും. നേരം ഡിസ്പ്ലേ ഓപ്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള 3 കാറ്റഗറീസ് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇനി ബാക്കിലേക്ക് പോവുക, കൺട്രോൾ കീ പ്രസ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇൻവെന്ററി ഇൻഫോയിൽ പോവുക. സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യണം? യൂണിറ്റ്സ് ക്രിയേറ്റ് ചെയ്യണം. സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം. അപ്പം അതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ നമ്മളോട് ഇതുപോലൊരു വിൻഡോ വരും. ഇതിൻ്റെ അകത്ത് നമ്മളോട് അണ്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രൂപ്പ് ചോദിക്കുന്നുണ്ട്, കാറ്റഗറി ചോദിക്കുന്നുണ്ട്, യൂണിറ്റ്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് 3 ക്രിയേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എങ്ങോട്ട് വരാൻ? സ്റ്റോക്ക് ഐറ്റം ക്രിയേഷൻ വിൻഡോയിലേക്ക് വരാനായിട്ട്. ഇനി നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ളത് യൂണിറ്റ് ആണ്. യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യാം. സിമ്പിൾ ടൈപ്പിലുള്ള യൂണിറ്റ് ആണ്. ഞാൻ നമ്പേഴ്സ് NOS എന്നുള്ള സിമ്പിൾ കൊടുക്കുകയാണ്. എൻ്റെ ഫോർമൽ നെയിം നമ്പർ എന്ന് കൊടുക്കുക. ഓക്കെ, ഡെസിമൽ പ്ലേസസ് ആവശ്യമില്ല, യെസ് എന്ന് കൊടുക്കുക. ഒരു യൂണിറ്റേ ഉള്ളൂ, അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇൻവെന്ററി ഇൻഫോ എടുക്കുക, സ്റ്റോക്ക് ഐറ്റംസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ആദ്യം ഓരോ ഐറ്റം വെച്ച് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് മൾട്ടിപ്പിൾ സ്റ്റോക്ക് ഐറ്റത്തിലേക്ക് പോകാം. സിംഗിൾ സ്റ്റോക്ക് ഐറ്റം ആണെങ്കിൽ അതിൻ്റെ താഴെ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും, അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമ്മളോട് നെയിം ചോദിക്കും. നമുക്കിവിടെ ആദ്യം ഏതാ ഉള്ളത്? MI 32 ഇഞ്ച് TV, അതാണ് നെയിം ഓഫ് ഐറ്റം ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ടൈപ്പ് ചെയ്യാം. MI 32 ഇഞ്ച് TV. ഇനി ഓൾട്ടർനേറ്റ് നെയിം വേണമെങ്കിൽ ഓൾട്ടർനേറ്റ് നെയിം കൊടുക്കാം. അതിനുശേഷം അണ്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രൂപ്പ്സ് ചോദിക്കുന്നുണ്ട്. ആ ഗ്രൂപ്പ്സിൽ നമുക്ക് ഏതെടുക്കുക? ടെലിവിഷൻ എന്നുള്ള ഗ്രൂപ്പ് എടുക്കുക. ഇനി കാറ്റഗറി ചോദിക്കുന്നുണ്ട്. 32 ഇഞ്ച് TV എന്നുള്ള കാറ്റഗറി സെലക്ട് ചെയ്തു. യൂണിറ്റ്സ് ചോദിക്കുന്നുണ്ട്. യൂണിറ്റ്സിൽ നമ്പേഴ്സ്, അതും സെലക്ട് ചെയ്തു. ഇപ്പോൾ തൽക്കാലത്തേക്ക് റേറ്റ് ഓഫ് ഡ്യൂട്ടി ഒന്നും കൊടുക്കുന്നില്ല. ഇനി ഓപ്പണിംഗ് ബാലൻസ്, ഇവിടെ ക്വാണ്ടിറ്റി, റേറ്റ് പെർ നമ്പർ, പിന്നെ വാല്യൂ ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വന്നോളും. നമുക്ക് ക്വാണ്ടിറ്റി എൻ്റർ ചെയ്യാം. ക്വാണ്ടിറ്റി, ഓപ്പണിംഗ് ക്വാണ്ടിറ്റി 2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 എന്നുള്ള വാല്യൂ എൻ്റർ ചെയ്യുക. റേറ്റ് 15,000 എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ 15,000 എന്നുള്ള വാല്യൂ എൻ്റർ ചെയ്യുക. പെർ നമ്പർ, അത് പെർ എന്നുള്ള സ്ഥലത്ത് യൂണിറ്റ് ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. നമ്മളോട് സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന യൂണിറ്റ് വന്നോളും. അപ്പോൾ റേറ്റ് പെർ നമ്പർ 15,000 ആണ്, ക്വാണ്ടിറ്റി 2 ആണ്. അപ്പോൾ വാല്യൂ 30,000 മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വരും. ഇനി ഒന്നും കൂടി ടാബ് പ്രസ് ചെയ്യുക. അപ്പം അക്സെപ്റ്റ് എന്നുള്ള ഓപ്ഷൻ ചോദിക്കും, അക്സെപ്റ്റ് ചെയ്യുക. ഈ രീതിയിലാണ് സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്തു. ഇനി രണ്ടാമത് ഐറ്റം ക്രിയേഷൻ സ്ക്രീനിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഒരു ഐറ്റം കൂടെ ക്രിയേറ്റ് ചെയ്യാം. അടുത്തത് MI 42 ഇഞ്ച് TV, അതിൻ്റെ ഓപ്പണിംഗ് ക്വാണ്ടിറ്റി 2 ആണ്, റേറ്റ് 20,000 ആണ്. നമുക്കത് നോക്കാം. MI 42 ഇഞ്ച് TV, അണ്ടർ ടെലിവിഷൻ, കാറ്റഗറി 42 ഇഞ്ച് TV, യൂണിറ്റ്സ് നമ്പേഴ്സ്, റേറ്റ് ഓഫ് ഡ്യൂട്ടി കൊടുക്കുന്നില്ല, ഓപ്പണിംഗ് ക്വാണ്ടിറ്റി 2, 20,000 പെർ നമ്പേഴ്സ് ആണ്, വാല്യൂ 40,000. അക്സെപ്റ്റ്, യെസ്. ഇവിടെ നിങ്ങൾക്ക് റേറ്റ് 20,000 എന്ന് വന്നിട്ടുണ്ട് അല്ലെ, പക്ഷെ എമൗണ്ട് എത്രയാണ്? 75,000. അപ്പൊ ഇത് രണ്ടും തമ്മിൽ ഒരു മിസ്മാച്ച് വരുന്നുണ്ട്. കാരണം ഒരു ഐറ്റത്തിൽ 20,000 ആണെങ്കിൽ 2 ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ഇവിടെ എത്ര വരണം? 40,000 എന്നുള്ളത് വരണം. അത് ഇവിടുത്തെ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആണ്. അപ്പൊ നമ്മൾ ഈ രീതിയിൽ അറേഞ്ച് ചെയ്ത് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ വെറുതെ ഒരു ഐറ്റം ഇവിടെ കൊടുക്കുകയാണ്. യൂണിറ്റ്സ് നമ്പർ കൊടുത്തു, ഓപ്പണിംഗ് ക്വാണ്ടിറ്റി 2 കൊടുത്തിട്ട് റേറ്റ് ഞാൻ 20,000 കൊടുക്കുമ്പോൾ വാല്യൂ 40,000 എന്ന് കിട്ടുന്നുണ്ട്. ഇനി ഞാൻ ഇത് മാറ്റിയിട്ട് നമ്മുടെ എക്സാമ്പിളിൽ കിടന്ന പോലെ തന്നെ 75,000 എന്ന് ടൈപ്പ് ചെയ്യുവാണെങ്കിൽ റേറ്റ് അതിനനുസരിച്ച് മാറുന്നുണ്ട്. ഓക്കെ, അപ്പം അത് ഓട്ടോമാറ്റിക് കാൽക്കുലേഷൻ ആണ് നടക്കുന്നത്. ഇത് നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്ന മിസ്റ്റേക്ക് ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് കൺസിഡർ ചെയ്യേണ്ട. ഓട്ടോമാറ്റിക് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വരുന്ന 40,000 എന്നുള്ളത് തന്നെ നോക്കിയാൽ മതി. ഇനി നമുക്ക് മൾട്ടിപ്പിൾ സ്റ്റോക്ക് ക്രിയേഷൻ്റെ ഓപ്ഷനും കൂടി നോക്കാം. ഇവിടെ നമ്മൾ സിംഗിൾ സ്റ്റോക്ക് ഐറ്റം എന്നുള്ള ഓപ്ഷൻ വഴി 2 ഐറ്റംസ് ക്രിയേറ്റ് ചെയ്തു. ഡിസ്പ്ലേയിൽ പോവുകയാണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള 2 ഐറ്റംസ് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ബാക്കിലേക്ക് പോയിട്ട് മൾട്ടിപ്പിൾ സ്റ്റോക്ക് ഐറ്റത്തിൽ
ക്രിയേറ്റ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഈ വിൻഡോയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് എല്ലാ ഐറ്റംസും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അണ്ടർ ഗ്രൂപ്പ് എന്നുള്ളതിന് ഓൾ ഐറ്റംസ് സെലക്ട് ചെയ്യുക. ഇനി നെയിം ഓഫ് ഐറ്റം ആദ്യത്തെ രണ്ടെണ്ണം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ളത് സോണി 32 ഇഞ്ച് ടി വി ആണ്. ഓപ്പണിംഗ് ക്വാണ്ടിറ്റി 3 ആണ്. റേറ്റ് 25,000 ആണ്. നെയിം ഓഫ് ഐറ്റം സോണി 32 ഇഞ്ച് ടി വി. അണ്ടർ ടി വി ടെലിവിഷൻ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. കാറ്റഗറി 32 ഇഞ്ച് എന്ന് സെലക്ട് ചെയ്യുക. യൂണിറ്റ് നമ്പർ ആണ്. ഓപ്പണിംഗ് ക്വാണ്ടിറ്റി 3 ആയിരുന്നു. റേറ്റ് 25,000 പെർ നമ്പർ. എമൗണ്ട് 75,000. കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ഐറ്റം LG 32 ഇഞ്ച് ടി വി. ഓപ്പണിംഗ് ക്വാണ്ടിറ്റി 4. റേറ്റ് 20,000. LG 32 ഇഞ്ച് ടി വി അണ്ടർ ടെലിവിഷൻ. കാറ്റഗറി 32 ഇഞ്ച് ടി വി. യൂണിറ്റ് നമ്പർ. ഓപ്പണിംഗ് ക്വാണ്ടിറ്റി 4. റേറ്റ് 20,000. നമ്പർ. എമൗണ്ട് 80,000. ഇനി അടുത്തത് മ്യൂസിക് സിസ്റ്റം ആണ്. അതിൻ്റെ അകത്ത് സോണി 5.1 മ്യൂസിക് സിസ്റ്റം നമുക്ക് കൊടുക്കാം. സോണി 5.1 മ്യൂസിക് സിസ്റ്റം. അണ്ടർ മ്യൂസിക് സിസ്റ്റം. കാറ്റഗറി മ്യൂസിക് പ്ലെയർ. നമ്പർ. പിന്നെ ഇതിൻ്റെ ഓപ്പണിംഗ് ക്വാണ്ടിറ്റി 2. പിന്നെ റേറ്റ് 20,000. ഓപ്പണിംഗ് ക്വാണ്ടിറ്റി 2ഉം റേറ്റ് 20,000 ആണ്. എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് വരും. പിന്നെ ഉള്ളത് ഫിലിപ്സ് DVD പ്ലെയർ. ഓപ്പണിംഗ് ക്വാണ്ടിറ്റി 5. 15,000. ഐറ്റത്തിൻ്റെ അവിടെ ഫിലിപ്സ് DVD പ്ലെയർ. മ്യൂസിക് സിസ്റ്റം. കാറ്റഗറി മ്യൂസിക് പ്ലെയർ. നമ്പേഴ്സ്. ഓപ്പണിംഗ് ക്വാണ്ടിറ്റി 5ഉം 15,000 ആണ്. 5. റേറ്റ് 15,000. 75,000 കിട്ടിയിട്ടുണ്ട്. സോണി ബ്ലൂറേ പ്ലെയർ ടൈപ്പ് ചെയ്യാം. സോണി ബ്ലൂറേ പ്ലെയർ. മ്യൂസിക് സിസ്റ്റം. മ്യൂസിക് പ്ലെയർ. നമ്പർ. ഓപ്പണിംഗ് ക്വാണ്ടിറ്റി 10. റേറ്റ് 25,000. 10. 25,000 നമ്പേഴ്സ് വന്നിട്ടുണ്ട്. ഇത്ര ഐറ്റംസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് മൾട്ടി സ്റ്റോക്ക് ഐറ്റം ക്രിയേഷൻ വിൻഡോ. അതായത് ഈ സ്ക്രീനിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരേ സമയം തന്നെ ഒന്നിലധികം ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് ഏത് ഗ്രൂപ്പ് ആണെങ്കിലും കുഴപ്പമില്ല, ഏത് കാറ്റഗറി ആണെങ്കിലും കുഴപ്പമില്ല. അണ്ടർ എന്നുള്ള സ്ഥലത്ത് നമ്മൾ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. കാറ്റഗറി എന്നുള്ള സ്ഥലത്ത് കാറ്റഗറി സെലക്ട് ചെയ്യുക. പിന്നെ യൂണിറ്റ്സ് പറയുക. ഓപ്പണിംഗ് ക്വാണ്ടിറ്റി പറയുക. റേറ്റ് പറയുക. എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് വന്നോളൂ. അപ്പോൾ ഈ രീതിയിലാണ് സ്റ്റോക്ക് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. കാറ്റഗറി വൈസ് നമുക്ക് ക്ലാസിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കാറ്റഗറി വൈസ് ക്ലാസിഫൈ ചെയ്യാം. അതല്ലെങ്കിൽ ആ ഓപ്ഷൻ കൊടുക്കണമെന്നില്ല. അത് നോ ആയിട്ട് തന്നെ സെറ്റ് ചെയ്താൽ മതി. അത് കഴിഞ്ഞതിന് ശേഷം യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യുക. യൂണിറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രം അങ്ങോട്ട് വരിക, ഐറ്റം ക്രിയേറ്റ് ചെയ്യാനായിട്ട് വരിക. ഇതാണ് മൾട്ടി സ്റ്റോക്ക് ഐറ്റം ക്രിയേഷൻ. ഇതിനി അക്സെപ്റ്റ് ചെയ്യാം. ഒന്നും കൂടി ടാബ് പ്രസ് ചെയ്താൽ മതി. അക്സെപ്റ്റ് എന്നുള്ള ഓപ്ഷൻ ചോദിക്കും. യെസ് എന്ന് കൊടുക്കുക. ഇനി ഡിസ്പ്ലേയിൽ പോവുകയാണെങ്കിൽ ഇപ്പം ഡിസ്പ്ലേയിൽ പോകുമ്പോൾ നമ്മളോട് സ്റ്റോക്ക് ഗ്രൂപ്പ് ചോദിക്കുന്നുണ്ട്. ഓൾ ഐറ്റംസ് എന്നുണ്ടെങ്കിൽ ഓൾ ഐറ്റംസ് കൊടുക്കാം. ഓൾ ഐറ്റംസ് കൊടുക്കുമ്പോൾ എല്ലാ ഐറ്റംസും വന്നിട്ടുണ്ട്. ഇനി ഓരോ ഗ്രൂപ്പ് വൈസ് കാണുന്നുണ്ടെങ്കിൽ മ്യൂസിക് സിസ്റ്റം സെലക്ട് ചെയ്താൽ മ്യൂസിക് സിസ്റ്റം മാത്രം കാണാനായിട്ട് പറ്റും. പിന്നെ ടെലിവിഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ടെലിവിഷൻ എന്നുള്ള ഗ്രൂപ്പിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് ഐറ്റംസ് കാണാനായിട്ട് പറ്റും. ഈ രീതിയിലാണ് സ്റ്റോക്ക് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൽ ഓൾട്ടർ എന്നുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്യാം. ഇവിടെ മൾട്ടി സ്റ്റോക്ക് ഐറ്റംസിൽ ഓൾട്ടർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഓൾട്ടർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഐറ്റംസ് ഓൾട്ടർനേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ചേഞ്ചസ് വരുത്താം. നമുക്ക് ഇതിൻ്റെ അകത്ത് കാറ്റഗറി വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. പിന്നെ യൂണിറ്റ്സ് വേണമെങ്കിൽ ഇവിടെ മാറ്റാം. ഓപ്പണിംഗ് ക്വാണ്ടിറ്റി വേണമെങ്കിൽ നമുക്ക് 5 നമ്പർ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ആ രീതിയിൽ ഓൾട്ടർനേഷൻ സ്ക്രീനിൽ നിന്നുകൊണ്ട് ഈ സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ട് സ്റ്റോക്ക് ഐറ്റത്തിനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു.